ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിഷു ആശംസകൾ നേരുന്നു. അങ്ങനെ ഞാനും എൻ്റെ ചേച്ചിയും അമ്മയും കൂടി കമ്പിത്തിരി കത്തിക്കാനോട്ടോ ഗൈസ്. ഞങ്ങൾ വീട്ടിൽ വിഷു ഓണമൊക്കെ സെലിബ്രേറ്റ് ചെയ്യുമെങ്കിലും ഒരുപാട് പടക്കങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ അല്ലെങ്കിൽ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടത്തിലല്ല കേട്ടോ. പക്ഷെ എന്തോ എനിക്കൊരു പടക്കം വീട്ടുകാരൊക്കെ ഇട്ട് കമ്പിത്തിരിയൊക്കെ കത്തിക്കാനുള്ളൊരു എൻ്റെ മനസ്സങ്ങനെ പറഞ്ഞു. നമ്മുടെ വീട്ടുകാരുടെ കൂടെ ഇരിക്കുന്ന ഒരു സന്തോഷം എന്ന് പറയുന്നത് വലുതാണല്ലോ. അങ്ങനെ ഞാൻ കമ്പിത്തിരിയൊക്കെ കത്തിച്ചു, മത്താപ്പൂവൊക്കെ കത്തിച്ചു, വീട്ടുകാരുടെ കൂടെ കുറച്ച് ടൈം ഹാപ്പി ആയിട്ടിരുന്നു. പിന്നെ അവരൊക്കെ പോയതിന് ശേഷം എഗെയിൻ ഞാൻ ബാലൻസ് ഉള്ള കമ്പിത്തിരിയൊക്കെ കത്തിക്കാണ് കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് കമ്പിത്തിരിയൊക്കെ കത്തിക്കാണ്, കത്തിച്ച വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പൊതുവെ എനിക്ക് ഈ പടക്കമൊക്കെ പേടിയാണ്. അപ്പോഴാണ് രണ്ടാമതൊരു കമ്പിത്തിരി പൊട്ടിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ഇത് ഇച്ചിരി സംഭവം ഇടങ്ങേറാണ്. അത് ഭയങ്കരമായിട്ട് തെറിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ മാറി നിന്നിട്ട് മത്താപ്പ് കത്തിക്കുകയാണ്. ഞാൻ എൻ്റെ ചേട്ടനും ചേച്ചിയൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കത്തിക്കാറില്ല. എന്തോ എൻ്റെ മനസ്സിൽ കത്തിക്കാൻ തോന്നിയിട്ട് ഞാൻ മത്താപ്പ് കത്തിക്കാറുണ്ട്. മത്താപ്പ് കത്തിച്ചപ്പോഴേക്കും ഞാൻ കിടന്ന് തുള്ളിച്ചാടാണ്. ഭയങ്കരമായിട്ട് എനിക്ക് സന്തോഷമായത് ഇങ്ങനെ കത്തി വന്നപ്പോൾ. അങ്ങനെ ഭയങ്കരമായിട്ട് കത്തിയപ്പോൾ ഞാൻ പേടിച്ചു പോയിട്ടോ. അപ്പൊ ഞാനിങ്ങനെ ഒച്ച എടുക്കുന്നുണ്ട്. ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി, ഇനി വല്ല കത്തിപ്പോകുന്നു വിചാരിച്ചു. പക്ഷെ ഇതാണ് മോളിലെ വോളിന്റെ അവസ്ഥ, മത്താപ്പ് കത്തിയ വോളിന്റെ അവസ്ഥ കേട്ടോ. അതിനുശേഷം ഞാൻ വീട്ടിലകത്തോട്ട് കയറിയിട്ട് നമ്മള് കണിയുടെ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാണ് കേട്ടോ. ഓൾറെഡി തലേന്ന് എല്ലാ വീട്ടിലും വിഷുവിന് അങ്ങനെയാണല്ലോ, തലേന്ന് നമ്മൾ കണി സെറ്റ് ചെയ്ത് വെച്ചിട്ട് പിറ്റേ ദിവസം നമ്മൾ തിരി കത്തിച്ചിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. അതിന്റെ കൂടെ ഞാൻ എൻ്റെ സ്വർണ്ണമാല വെക്കുന്നുണ്ട്, പിന്നെ ഒരു മോതിരം വെക്കുന്നുണ്ട്, പിന്നെ 20 രൂപയുടെ ഒരു കോയിൻ ഉണ്ട് കേട്ടോ, അതും കൂടി നമ്മൾ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അമ്മയും ഞാനും കൂടി ഇത് സെറ്റ് ചെയ്യാണ്. കണ്ടില്ലേ, ഇതാണ് സെറ്റ് ചെയ്തതിന് ശേഷമുള്ള ഒരു ലുക്ക് കേട്ടോ. കണ്ണനെ കാണാൻ നല്ല ഭംഗിയാണ്. അങ്ങനെ നമ്മൾ മയിൽപ്പീലിയൊക്കെ സെറ്റ് ചെയ്തു. ഈ ഒരു കൃഷ്ണനെ കാണാൻ പ്രത്യേക ഭംഗിയാണ് കേട്ടോ. എന്റെ ചേട്ടൻ എവിടെന്നോ കൊണ്ടുവന്ന, എനിക്ക് തോന്നുന്നു ദൂരെ എവിടെയോ പഴനിയിൽ എവിടെയോ നിന്ന് കൊണ്ടുവന്ന ഒരു കണ്ണനാണ് കേട്ടോ. ഒരു സ്പെഷ്യൽ ഭംഗിയായിരുന്നു കാണാൻ, കുറച്ച് റെയർ ആയിട്ട് എനിക്ക് തോന്നി. അതിനുശേഷം ഞാൻ മേലൊക്കെ കഴുകി വന്നിട്ട് കൊറിയൻ ഒരു പ്രൊഡക്റ്റ്, ഒരു ഫേസ് വാഷ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിന്റെ റിവ്യൂ ഞാൻ ചെയ്യാം കേട്ടോ. കുറച്ച് നാളായിട്ടുള്ള യൂസ് ചെയ്ത് തുടങ്ങിയിട്ട്. അപ്പോൾ അതിനുശേഷം ഞാൻ എന്താ ചെയ്തത്, ഉറങ്ങാൻ വേണ്ടി പോവാണ്. യെസ്, ഞാൻ ഉറങ്ങി. ഇത് രാവിലെ എടുത്ത വീഡിയോ ആണ്, നല്ല സ്ലീപ്പി ആണ്. അങ്ങനെ ഞാൻ കണി പ്രാർത്ഥിക്കാണ്. എൻ്റെ കണി ഞാൻ കാണുകയാണ്. ഫോണിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ കൃഷ്ണൻ. അതിനുശേഷം ഞാൻ പയ്യെ അമ്മയെ പോയി കണ്ണടച്ച് വിളിക്കാണ്. സാധാരണ അമ്മ ഇങ്ങോട്ടാണ് വിളിക്കാറുള്ളത്, ഇത് ഞാൻ അങ്ങോട്ട് അമ്മയെ പോയി വിളിച്ചു കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാണ്. അമ്മയും ഭയങ്കര ഹാപ്പിയായി. അമ്മ എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ എഴുന്നേറ്റ് കണിയൊക്കെ സെറ്റ് ആക്കും എന്നുള്ളത്. അതിനുശേഷം എഗെയിൻ ഞാൻ പോയി ഉറങ്ങിട്ടോ. അപ്പൊ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരാം. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്, അതുകൊണ്ട് എനിക്ക് വ്ലോഗ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഞാൻ വേഗം പോയി തൊഴുതിട്ട് വരാം. ഞാൻ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. റെഡി ആവുന്ന വീഡിയോ ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. സോ ഹാപ്പി വിഷു വൺസ് അഗെയിൻ. ഞാൻ അമ്പലത്തിൽ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ എനിക്ക് കിട്ടിയ കൈനീട്ടാണ് 50 രൂപയും ഈ ഒരു രൂപ കേട്ടോ. അപ്പൊ ഞാൻ കണ്ണന്റെ മുന്നിൽ കാണിച്ചു തന്നെയാണ്. പിന്നെ ഞാൻ അമ്പലത്തിൽ പോകാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. അപ്പൊ ഞാൻ നിങ്ങളെ പൊക്കി കാണിച്ചു തരാണ് ഗായ്സ്, ഇതാണ് എന്റെ കൈനീട്ടം. അങ്ങനെ പള്ളൂരുത്തി വെളി അമ്പലത്തിലാണ് പോയിട്ടുള്ളത്. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. വണ്ടി ഓടിച്ച് പോയതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അമ്പലത്തിൽ കയറി നല്ലോണം പ്രാർത്ഥിച്ചു. ഞാൻ ചെന്നപ്പോഴേക്കും ഏകദേശം ഒക്കെ നട അടക്കാറായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ചന്ദനമൊക്കെ തൊട്ട് സുന്ദരിയായിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പൊ എന്താ ഭയങ്കര ചൂടാണ്. അപ്പൊ ഞാൻ എന്തൊക്കെയോ കഥ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ പോയി വന്നപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ചൂടായി. ഇപ്പൊ ഒന്നാമത് ഭയങ്കര ചൂടല്ലേ. അപ്പൊ ഞാൻ അതൊക്കെ പറയാണ്. ആക്ഷൻസ് ഒക്കെ എന്തൊക്കെയോ കിടന്ന് കാണിക്കുന്നുണ്ട്. എഡിറ്റ് ചെയ്യുന്ന നേരത്താണ് ഞാനത് കാണുന്നത് കേട്ടോ. അതിനുശേഷം എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോവാണ്. ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം എൻ്റെ അച്ഛന് വയ്യാണ്ട് ഇരിക്കുകയാണ്. ഏകദേശം ഒരു 5 years ആയിട്ട് വയ്യാണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അച്ഛനെ വിഷ് ചെയ്യാണ്, ഹാപ്പി വിഷു ഒക്കെ പറയാണ്. അതിനുശേഷം ലഞ്ചിലോട്ട് കിടക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അങ്ങനെ ലഞ്ച് എന്താന്ന് വെച്ചാൽ അച്ചിങ്ങ മെഴുക്കുവരട്ടിയുണ്ട്, ബീഫ് വിന്താലും ഉണ്ട്, തേങ്ങാച്ചാറുണ്ട്, മീൻകറി ഉണ്ട്, മീൻ വറുത്തുണ്ട്. അപ്പൊ ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. ഞാൻ ലേറ്റ് ആയിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ ലഞ്ച് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. അതുകൊണ്ട് പാരന്റ്സിന്റെ കൂടെ കഴിക്കാൻ പറ്റിയില്ല കേട്ടോ. അവര് കഴിച്ചു, അവർ വിളിച്ചപ്പോഴേക്കും ഞാൻ കഴിച്ചില്ലായിരുന്നു. ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയിട്ടാണ് കഴിച്ചത്. അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരുപാട് വിശന്നു കേട്ടോ ലേറ്റ് ആയിട്ട് കഴിച്ചുകൊണ്ട്. അതിനുശേഷം പായസം കുടിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കിയ പായസമാണ്, കാരമൽ പായസമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നല്ലോണം കുക്കറിൽ വെച്ചത് കൊണ്ട് തന്നെ കുറച്ചധികം കാരമൽ ആയെന്ന് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. അങ്ങനെ ഞാനത് കുടിക്കുകയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കുറച്ച് ലേറ്റ് ആയിട്ടാണ് പായസമൊക്കെ കുടിക്കുന്നത്. അപ്പൊ അത് ഇരുന്നിരുന്ന് ടേസ്റ്റ് ആയ പോലെ എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ ഞാൻ പായസമൊക്കെ കുടിക്കുകയാണ്.
അപ്പൊ മേലൊക്കെ കഴുകി സുന്ദരിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ കുറച്ച് പടക്കം ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് എടുത്ത് നിങ്ങളെ കാണിക്കാണ് ട്ടോ. അപ്പൊ ഞാനത് കത്തിക്കാനുള്ള ഒരു പ്ലാനിൽ എടുക്കാണ്. എന്നിട്ട് അടുക്കളയിൽ നിൽക്കുന്ന അമ്മയെ ഞാൻ വിളിക്കുന്നുണ്ട്. "വേഗം വായോ നമുക്ക് കത്തിക്കാം. മത്താപ്പൊക്കെ ഉണ്ടല്ലോ" എന്ന് പറഞ്ഞപ്പോ ദാ മത്താപ്പ് താഴത്തോട്ട് വീണ് ട്ടോ. അപ്പൊ അമ്മ വന്നിട്ട് അടുത്ത പടക്കം കൂടി ഇനി പൊട്ടിക്കാൻ വേണ്ടി പോവാണ് ട്ടോ. അപ്പൊ ദേ അമ്മ വന്നു. അമ്മ ഭയങ്കര ഹാപ്പിയാണ്. ഞാനും അമ്മയും മാത്രേ ഉള്ളൂ ട്ടോ വീട്ടില്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൊച്ചു സന്തോഷാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ ഞങ്ങൾ കാണിക്കുന്നത്. അപ്പൊ ദേ ചേച്ചി പുറത്തോട്ട് പോയി. പിന്നെ ചേട്ടനും പുറത്തോട്ടൊക്കെ പോയി. അപ്പൊ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഒരു ലോകമാണ് ട്ടോ. അപ്പൊ നമ്മള് പടക്കമൊക്കെ പൊട്ടിക്കാൻ പോവാണ്. എനിക്കു തരാൻ ഇനിയുണ്ടോ കൂടുകൂടെ ചിരിക്കുന്ന പൊൻപാവ വിശക്കുമ്പോൾ പകരാമോ തൈർക്കലം തൂവുന്ന തൂവെണ്ണ എനിക്കെന്റെ ബാല്യമിനി വേണം. ഞങ്ങളുടെ ഓപ്പൺ ആയിട്ടുള്ള സ്നേഹപ്രകടനമാണ് കേട്ടോ നിങ്ങൾ ഈ കണ്ടത്. യെസ്, സക്സസ് ആയി എന്നൊക്കെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ മത്താപ്പ് പൊട്ടിക്കാണ് കേട്ടോ. കുറച്ച് നീക്കി വെച്ച് എന്റെ അമ്മയുടെ ആവശ്യ വസ്തുക്കളാണ് അവിടെ അറ്റത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക്കും കോഴിക്കോടും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അവിടെ വളരെ സൂക്ഷിച്ചാണ് മത്താപ്പ് കത്തിക്കുന്നത്. അങ്ങനെ രണ്ട് മത്താപ്പ് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ഒരു മത്താപ്പു അമ്മ ഇല്ലാണ്ട് ഞാൻ കത്തിച്ചു. പിന്നെ അമ്മ വന്നതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും കൂടി മറ്റേ കമ്പിത്തിരിയൊക്കെ കത്തിക്കാണ്. കുറച്ചധികം കമ്പിത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കത്തിക്കാണ്. ഞാനിങ്ങനെ വിശേഷ ദിവസങ്ങളിലാണ് കൂടുതൽ അമ്മയെ ഹാപ്പി ആയിട്ട് കണ്ടിട്ടുള്ളത് കേട്ടോ. അല്ലെങ്കിൽ ജോലി കഴിഞ്ഞ് വരും, ആള് പണി കിടന്നുറങ്ങും, പിറ്റേ ദിവസം ജോലി കഴിഞ്ഞ് വരും. ഇത് തന്നെയാണ്. എന്തെങ്കിലും ലീവ് എടുത്തിരിക്കുമ്പോഴാണ് ശരിക്കും അമ്മയുടെ കൂടെ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ. അങ്ങനെ എഗെയിൻ ഞാൻ ലാസ്റ്റത്തെ മത്താപ്പ് എടുത്ത് കത്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നല്ല രസമല്ലേ മത്താപ്പ് ഇങ്ങനെ പൊങ്ങി വരുന്നത് കാണാൻ വേണ്ടിട്ട്. ഇനി ഡിന്നർ ടൈം ആണ്. ഉച്ചക്കത്തെ സെയിം കറികൾ തന്നെയാണ്. ചാറുകറിയും മീൻതാലും മീൻ വറുത്തൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൂട്ടി അമ്മയുടെ കുശലമൊക്കെ പറഞ്ഞൊരു തട്ടാണ്. എന്നിട്ട് ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നു. ഭയങ്കര ചൂടാണ്. എത്രമാത്രം ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. അത്രയ്ക്ക് ചൂടല്ലേ. അപ്പൊ മേലൊക്കെ കഴുകി ഫേസ് ഒക്കെ വാഷ് ചെയ്ത് ഹെയർ ഒക്കെ നല്ലോണം ടൈറ്റ് ചെയ്ത് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ചുണ്ടിലൊന്ന് ലിപ് ബാം അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും തന്നെ അപ്ലൈ ചെയ്യുന്നില്ല. വേഗം തന്നെ കിടക്കാന്ന് വിചാരിച്ചു. ഭയങ്കര സ്ലീപ്പിയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയ വ്ലോഗായിട്ട് വീണ്ടും വരാം. അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ. ടാറ്റ ബൈ ബൈ. ഗുഡ് നൈറ്റ്.